ഹായ് ഗൈസ്, എല്ലാവർക്കും സുമാക്കി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതായത് മസാല റവ ഉപ്പുമ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മസാല റവ ഉപ്പുമ തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഓൾറെഡി റോസ്റ്റഡ് റവയാണ് എടുത്തെങ്കിലും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ റവ ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ റവ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു കടായി എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിലും അതേപോലെ തന്നെ നെയ്യും ചേർത്തൊന്ന് ചൂടാക്കാം. അപ്പോൾ നെയ്യും ഓയിലും ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും അതേപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുക. സവാള, പച്ചമുളക്, ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി അരിഞ്ഞതാണ്. തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ ഒരു വിധം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് പീനട്ട്സ് ആണ്. അതായത് കപ്പലണ്ടി, തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കപ്പലണ്ടി വേണമെങ്കിൽ നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് പകരം കാഷ്യൂ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് ചേർത്തത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഞാൻ പറഞ്ഞു മസാല ഉപ്പുമാവായതുകൊണ്ട് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ പച്ചമുളക് ഒരു 2 എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വീണ്ടും ഉപ്പ് തന്നെയാണ്. അത് നമുക്ക് ഉപ്പുമാവിന് വേണ്ട റവയൊക്കെ ചേർക്കുമ്പോഴുള്ള അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ 1 കപ്പോളം റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഒരു 3 ടീസ്പൂൺ ടോട്ടൽ 3 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ 1 ടീസ്പൂൺ നമ്മൾ മസാല വഴറ്റുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തു. അതായത് സവാള ഇട്ടപ്പോൾ ചേർത്ത് കൊടുത്തു. പിന്നെ ബാക്കി 2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത്, അതായത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന റവ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഞാൻ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതും തിളച്ച വെള്ളമാണ്. നല്ല ഹോട്ട് വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം ചേർത്ത് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം കേട്ടോ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറേശ്ശെ നമുക്ക് കാണാം വെള്ളം ആ റവയിലേക്ക് അബ്സോർബ് ആവുന്നത്. പിന്നെ നമ്മൾ പാത്രം ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്കാക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് റവയും വെള്ളം കൂടി നന്നായി ചേർന്ന് ആ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പാത്രം അടച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ
5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് പാത്രം തുറന്ന് നോക്കാം. ദാ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാല ഉപ്പുമാവാണ്. നമ്മൾ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കണേക്കാളും കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വ്യത്യസ്തമായിട്ട് രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അര നാരങ്ങയുടെ നീരാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതായത് കുറച്ച് പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഒരു അര മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ മസാല റവ ഉപ്പുമാവ് തയ്യാറായി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടും തയ്യാറാക്കാം കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, അതുപോലെ കോളിഫ്ലവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കാവുന്നതാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തൊന്ന് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനിയും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.